ഇന്ന് സുവിശേഷകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, മൂപ്പന്മാർ, ശുശ്രൂഷകന്മാർ എന്നിവരെ പറ്റി ചില ചിന്തകളാണ് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രാരംഭമായിട്ട് സുവിശേഷകന്മാർ അഥവാ ഇവാഞ്ചലിസ്. ഇവാഞ്ചലിസ് എന്ന ഇംഗ്ലീഷ് പദം യുവോഞ്ചലിസ്റ്റസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇതിൽ യു എന്നാൽ നല്ലതെന്നും ഏഞ്ചലോസ് എന്നാൽ ദൂത് അറിയിക്കുന്നവൻ എന്നും അർത്ഥം. അഥവാ യു മീൻസ് വെൽ, ഏഞ്ചലോസ് മീൻസ് എ മെസ്സഞ്ചർ, അതായത് നല്ല ദൂതുവാഹകൻ അഥവാ സുവിശേഷം പ്രസംഗിക്കുന്നവൻ എന്നർത്ഥം. ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്ന ഇവാഞ്ചലൈസ് എന്ന വാക്കിന് അർത്ഥം വാർത്ത വായിക്കുക, സുവിശേഷം പ്രസംഗിക്കുക, ടു അനൗൺസ് ന്യൂസ് ഓർ ടു പ്രീച്ച് ഗോസ്പൽ എന്നാണ്. സുവിശേഷം പ്രസംഗിച്ച് പാപികളെ രക്ഷയിലേക്ക് നടത്തുന്നവരാണ് സുവിശേഷകന്മാർ. സഭയിലെ എല്ലാ വിശ്വാസികളും സുവിശേഷം അറിയിക്കുവാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ പൂർണ്ണസമയം സുവിശേഷ വേലയ്ക്കായി കർത്താവ് വിളിച്ചു വേർതിരിച്ചവരാണ് സുവിശേഷകന്മാർ. ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു സഭയ്ക്ക് നൽകിയ കൃപാദാനങ്ങളിൽ സുവിശേഷകന്മാരും ഉൾപ്പെടുന്നു. എഫേസ്യർ 4:11. അവർ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ടീച്ചേഴ്സ്. ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു മനുഷ്യർക്ക് കൊടുത്ത ദാനങ്ങളുടെ കൂട്ടത്തിലൊന്നാണ് ഉപദേഷ്ടാക്കന്മാർ. ദൈവസഭയിലെ മൂപ്പൻ ഇടയനും അധ്യക്ഷനും ആയിരിക്കുന്നത് പോലെ ഉപദേഷ്ടാവ് അധ്യാപകൻ അഥവാ ടീച്ചർ കൂടിയാണ്. എന്നാൽ എല്ലാ മൂപ്പന്മാരും ഉപദേഷ്ടാക്കന്മാർ ആകണമെന്നില്ല. ഉപദേഷ്ടാവിൻ്റെ കൃപാവരമുള്ള മൂപ്പന്മാരും ഉണ്ട്. അതുപോലെ ചില ഉപദേഷ്ടാക്കന്മാർ സഭാമൂപ്പന്മാർ ആയിരിക്കുകയില്ല. അങ്ങനെയുള്ളവരിൽ ചിലർ സഭകൾ തോറും സഞ്ചരിച്ച് ഉപദേശിക്കുന്നവരും ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നവരും ആയിരിക്കും. സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു സഭയുടെ ആത്മീയ വളർച്ചയ്ക്കായി വിവിധ കൃപാദാനങ്ങളും വരങ്ങളും നൽകിയിട്ടുണ്ട്. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും 1 കൊരിന്ത്യർ 12:28. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. എഫേസ്യർ 4:11 എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനപ്പണി കഴിഞ്ഞു. സഭായുഗത്തിൽ ദൈവവചനം ഉപദേശിക്കുവാനുള്ള പ്രാധാന്യം ഉപദേഷ്ടാക്കന്മാരുടെ നിയമനത്തിലൂടെ കാണാം. ഉപദേഷ്ടാവ്, ഉപദേശി എന്ന പേരിൽ സാധാരണയായി അറിയുന്നതുപോലെ അവരുടെ പ്രധാന ദൗത്യം ദൈവവചനം ഉപദേശിക്കുക എന്നതാണ്. രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിൽ എന്ന പോലെ സഭയ്ക്കകത്തും ഇവരുടെ ശുശ്രൂഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്നു. സഭാവിശ്വാസികളെ ദൈവവചനം പഠിപ്പിക്കുക, ദൈവിക അടിസ്ഥാന ഉപദേശ സത്യങ്ങളിൽ ഉറപ്പിക്കുക, അവ പ്രമാണിക്കുവാൻ പ്രബോധിപ്പിക്കുക, ദുരുപദേശങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാൻ വചനത്തിലൂടെ അവരെ സജ്ജരാക്കുക, വിശ്വാസികൾ ജീവിത സാക്ഷ്യമുള്ളവരായി വളർന്നു വരുവാൻ ഉത്സാഹിപ്പിക്കുക, വിശ്വാസികളുടെ കൃപാവരങ്ങൾ ജ്വലിപ്പിച്ച് ആത്മീയ ഫലം പുറപ്പെടുവിക്കുവാൻ അവരെ സഹായിക്കുക, ഉപദേശിക്കുക തുടങ്ങിയവ ഇവരുടെ ശുശ്രൂഷകളിൽ ഉൾപ്പെടുന്നു. സഭാമൂപ്പൻ ഒരു പ്രാദേശിക സഭയിലെ ദൈവജനത്തിൻ്റെ ഉപദേഷ്ടാവും അധ്യാപകനും കൂടിയാണ്. അവർ ദൈവവചനം പ്രസംഗിച്ച് സഭാജനങ്ങളെ വഴി നടത്തുന്നവരും ദൈവവചനത്തിൽ അധ്വാനിക്കുന്നവരുമാണെന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. 1 തിമോഥെയോസ് 5:17 ഇങ്ങനെ വായിക്കുന്നു: നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. എബ്രായർ 13:7 നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ എന്നും 2 തിമോഥെയോസ് 2:2 നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക എന്നും വായിക്കുന്നു. മൂപ്പന്മാർ അഥവാ എൽഡേഴ്സ്. മൂപ്പൻ അഥവാ എൽഡർ എന്ന മലയാള പദം ഗ്രീക്കിലെ പ്രെസ്ബിറ്ററോസ്, എപ്പിസ്കോപ്പസ് എന്നീ പദങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഈ വാക്കുകളുടെ ഉപയോഗവും അർത്ഥവും നോക്കാം. പ്രെസ്ബിറ്ററോസ്, ഇംഗ്ലീഷിൽ ഈ പദം പ്രീസ്റ്റ് അഥവാ പുരോഹിതൻ എന്നറിയപ്പെടുന്നു. പ്രെസ്ബിറ്റർ അർത്ഥം an elder of the church. Presbyters അർത്ഥം elders. Presbyterian അർത്ഥം റിലേറ്റിംഗ് ടു ചർച്ച് ഗവൺമെൻറ്. ഇതിന് എബ്രായ ഭാഷയിൽ സഖൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പദത്തിൻ്റെ അർത്ഥം പ്രായമുള്ളയാൾ, വൃദ്ധൻ, വയോധികൻ അഥവാ ഏജ്ഡ് മാൻ, ഓൾഡ് മാൻ എന്നൊക്കെയാണ്. സഖൻ എന്ന പദം പ്രായമുള്ളയാൾ എന്ന അർത്ഥത്തിൽ ഉൽപ്പത്തി 25:8, 1 രാജാക്കന്മാർ 12:8, സങ്കീർത്തനം 148:12,
സദൃശവാക്യം 17:6, ഇരമ്യാവ് 31:13, അപ്പോസ്തല പ്രവൃത്തി 2:17, 1 തിമോഥെയോസ് 5:7 എന്നീ വേദഭാഗങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ മൂപ്പന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മോശയുടെ ശുശ്രൂഷകളെ സഹായിച്ച 70 പേർ മൂപ്പന്മാർ അഥവാ പ്രമാണികൾ എന്നറിയപ്പെട്ടിരുന്നു. പുറപ്പാട് 3:16, 4:29, 17:5, 18:12, 19:7, 24:1, 11. മോവാബ് മിദ്യാന്യം മൂപ്പന്മാരെക്കുറിച്ച് സംഖ്യ 22:7 സങ്കേത നഗരത്തോടുള്ള ബന്ധത്തിൽ പട്ടണത്തിലെ മൂപ്പന്മാരെക്കുറിച്ച് യോശുവ 20:4 വിധി പ്രസ്താവിക്കുന്ന മൂപ്പന്മാരെക്കുറിച്ച് രൂത്ത് 4:2, 11 എന്നീ വാക്യങ്ങളിലും കാണുന്നു. പുതിയ നിയമത്തിൽ പ്രായമുള്ളയാളെയും 1 തിമോഥെയോസ് 5:1 അദ്ദേഹത്തിനും സംഘത്തിലെ അംഗത്തെയും അപ്പോസ്തല പ്രവൃത്തി 4:5 മൂപ്പൻ എന്നറിയപ്പെട്ടിരുന്നു. കൂടാതെ പുതിയ നിയമസഭയിൽ ശുശ്രൂഷകൾക്കായി പട്ടണം തോറും മൂപ്പന്മാരെ നിയമിച്ചിരുന്നതായും അവർ വിവിധങ്ങളായ ദൈവിക ശുശ്രൂഷകൾ നിവർത്തിച്ചിരുന്നതായും കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 11:30, 14:23, 15:2, 4, 6 വാക്യങ്ങൾ, 20:17, 21:18, യാക്കോബ് 5:14, 1 പത്രോസ് 5:1-4 വരെ. പ്രെസ്ബിറ്ററോസ് എന്ന പദം അവർ വഹിച്ചിരുന്ന സ്ഥാനത്തെ അഥവാ ഉന്നത പദവിയെ കുറിക്കുന്നു. അടുത്തത് എപ്പിസ്കോപ്പോസ്. മൂപ്പന്മാർക്ക് ഗ്രീക്കിൽ കാണുന്ന മറ്റൊരു പദമാണ് എപ്പിസ്കോപ്പോസ്. ഈ വാക്കിന് മേൽനോട്ടം വഹിക്കുന്നവൻ, ചുമതലക്കാരൻ എന്നാണ് അർത്ഥം. ഇംഗ്ലീഷിൽ ഈ വാക്കിന് ഓവർസിയർ അഥവാ മേൽനോട്ടക്കാരൻ എന്നും ബിഷപ്പ് അഥവാ അധ്യക്ഷൻ എന്നും കാണുന്നു. മൂപ്പൻ, അധ്യക്ഷൻ, ബിഷപ്പ്, ഗ്രഹവിചാരകൻ എന്നീ പേരുകളെല്ലാം ഒരേ ആളിനെ തന്നെ കുറിക്കുന്നുവെന്ന് താഴെ ചേർത്തിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. അപ്പോസ്തല പ്രവൃത്തി 20:17, 28, 1 തിമോഥെയോസ് 3:1-2, തീത്തോസ് 1:5-7, 1 പത്രോസ് 5:3. പ്രസ്ബിറ്റർ എന്ന പദം അവർ വഹിച്ചിരുന്ന സ്ഥാനത്തെയും ഉന്നത പദവിയെയും കുറിക്കുമ്പോൾ എപ്പിസ്കോപ്പോസ് എന്ന പദം അവരുടെ പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും കുറിക്കുന്നു. ദൈവസഭയുടെ പരിപാലനത്തിനായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവർ ആണ് മൂപ്പന്മാർ. എഫേസോസിലെ മൂപ്പന്മാരോട് പൗലോസ് ഇപ്രകാരം പറയുന്നു: നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ അഥവാ ഇടയൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോസ്തല പ്രവൃത്തി 20:28. ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കുക, മേയിക്കുക, പരിപാലിക്കുക, നടത്തുക, ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുക, അധ്യക്ഷത വഹിക്കുക, ഭരിക്കുക, വചനത്തിലും ഉപദേശത്തിലും പ്രബോധിപ്പിക്കുക, ദൈവവചനം പ്രസംഗിക്കുക എന്നിവയൊക്കെയാണ് മൂപ്പന്മാരുടെ ശുശ്രൂഷകൾ. അപ്പോസ്തല പ്രവൃത്തി 20:28 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ, 1 പത്രോസ് 5:2-3 വാക്യങ്ങൾ, എബ്രായർ 13:17, 1 തിമോഥെയോസ് 5:17, 1 തിമോഥെയോസ് 3:2-5, തീത്തോസ് 1:9, 1 തെസ്സലോനിക്കർ 5:13, എബ്രായർ 13:7-17 വാക്യങ്ങൾ. മൂപ്പന്മാർ സഭയിലും പുറത്തും നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം. ഇവരുടെ യോഗ്യതകളെക്കുറിച്ച് 1 തിമോഥെയോസ് 3:1 മുതൽ 7 വരെയും തീത്തോസ് 1:5 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളിൽ കാണാം. സഭയിൽ ഏക മൂപ്പനോ പല സഭകൾക്കായി ഏക അധ്യക്ഷനോ ആയിരിക്കണമെന്ന് തിരുവചനത്തിലില്ല. മൂപ്പന്മാർ എന്നത്രേ ഉള്ളത്. അതായത് ഓരോ പ്രാദേശിക സഭയും ഒന്നിലധികം മൂപ്പന്മാർ ശുശ്രൂഷയിൽ ഉള്ളവയും സ്വതന്ത്രവും ആയിരിക്കും. മൂപ്പന്മാരുടെ നിയമനം. അപ്പോസ്തലന്മാരുടെ നിർദ്ദേശപ്രകാരം മൂപ്പന്മാരെ നിയമിച്ചതായി പുതിയ നിയമത്തിൽ കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 14:23, തീത്തോസ് 1:5. ഈ നിയമനം അപ്പസ്തോലിക കാലഘട്ടത്തിൽ മാത്രം നിലനിന്നതായിരുന്നു എന്ന കാര്യം ശ്രദ്ധേയമാണ്. ഇന്ന് അപ്പോസ്തലന്മാർ എന്ന കൂട്ടർ സഭയിലില്ല. അവർ സഭയുടെ ആരംഭകാല പ്രവർത്തകരും അടിസ്ഥാന പണിയിൽ മാത്രം ഉൾപ്പെട്ടവരുമായിരുന്നു. ആയതിനാൽ ഇന്ന് അപ്പസ്തോലിക പിന്തുടർച്ചാവകാശമായി മൂപ്പന്മാരെ ആരെങ്കിലും നിയമിച്ച് വേർതിരിക്കുവാൻ തിരുവചനം അധികാരം നൽകുന്നില്ല. ഒരാളുടെ ധനമോ പ്രൗഢിയോ കഴിവോ കുടുംബ മഹിമയോ വിദ്യാഭ്യാസമോ നോക്കി സഭാജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി വന്ന് മൂപ്പനായി നാമനിർദ്ദേശം ചെയ്ത് തെരഞ്ഞെടുത്ത് അംഗീകരിച്ച് വേർതിരിച്ച് ശുശ്രൂഷയിൽ നിയമിക്കുവാൻ വചനം അനുവദിക്കുന്നില്ല. കൂടാതെ ലേവ്യ പൗരോഹിത്യം പോലെ ഇത് പിന്തുടർച്ചാവകാശമായി ഒരു കുടുംബത്തിലെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറുന്നതുമില്ല. കൃപായുഗത്തിൽ പരിശുദ്ധാത്മാവാണ് സഭയിൽ മൂപ്പന്മാരെ എഴുന്നേൽപ്പിക്കുന്നതും നിയമിക്കുന്നതും. അപ്പോസ്തലന്മാർ വഴി ലഭിച്ച തിരുവചന രേഖകളിൽ മൂപ്പന്മാരുടെ യോഗ്യതകളും സ്വഭാവ സവിശേഷതകളും ശുശ്രൂഷകളും വിവരിച്ചിട്ടുണ്ട്. ഈ യോഗ്യതകളും ദൈവിക പരിപാലന വരവും ദൈവവചനത്തിൽ ആഴത്തിലുള്ള ആത്മീയ കാഴ്ചപ്പാടും ഒരുവനിൽ ദർശിക്കുമ്പോൾ
തങ്ങളുടെ സഭയിൽ മൂപ്പനായി പരിശുദ്ധാത്മാവ് നിയമിച്ചാക്കിയ ആളെന്ന് ദൈവജനത്തിന് ബോധ്യമാവുകയും പരിശുദ്ധാത്മ സഹായത്താൽ അവരെ അംഗീകരിക്കുകയും മാനിക്കുകയും അനുസരിക്കുകയും ചെയ്യും. അടുത്തതായി ശുശ്രൂഷകന്മാർ, അഥവാ ഡീക്കൻസ്. ഡീക്കൻ അഥവാ ശുശ്രൂഷകൻ എന്ന ഇംഗ്ലീഷ് പദം ഗ്രീക്ക് പദമായ ഡയാക്കനോസോ എന്ന വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഈ വാക്കിൻ്റെ അർത്ഥം ദാസൻ അഥവാ സെർവൻ എന്നാണ്. സഭയിലെ വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ കൃപാവരം ലഭിച്ചിട്ടുള്ളവരാണ് ശുശ്രൂഷകന്മാർ അഥവാ ഡീക്കൻസ്. സഭയുടെ ഉന്നമനത്തിനും വളർച്ചയ്ക്കുമുള്ള വിവിധ ശുശ്രൂഷകളിൽ അവർ വ്യാപൃതരായിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 6:1 മുതൽ 6 വരെ, റോമർ 12:7, 1 തിമോഥെയോസ് 3:8, 9, 10, 12, 13 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം. ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും അരുത്. അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. അവരെ ആദ്യം പരീക്ഷിക്കണം. അനിന്ദരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. ശുശ്രൂഷകന്മാർ ഏകഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരും ആയിരിക്കണം. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു.